ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി ഉത്തരവിറക്കി. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം. ഇതിനിടെ കേട്ടിട്ടില്ലാത്തതിനെ തുടർന്ന് ശമ്പളം ലഭിക്കാത്തവർക്കും താത്കാലികമായി ശമ്പളം അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദവും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ യു-ടേൺ. 20,000-ഓളം അധ്യാപകർക്ക് നിയമന സ്ഥിരത ലഭിക്കാനാണ് വഴിയൊരുങ്ങുന്നത്. ഭിന്നശേഷിക്കാരെ നിയമിക്കാനുള്ള അധ്യാപക തസ്തികകൾ ഒഴിച്ചിട്ടാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റധ്യാപകർക്ക് നിയമന സ്ഥിരത നൽകാം എന്നായിരുന്നു NSSന് ലഭിച്ച സുപ്രീം കോടതി വിധി. ഇത് എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് NSSന് ലഭിച്ച വിധിന്യായത്തിന്റെ ആനുകൂല്യം മറ്റ് സമാന മാനേജ്മെന്റുകൾക്ക് നൽകുന്ന കാര്യത്തിലുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം സർക്കാർ ഒരിക്കൽ കൂടി തേടുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ്. ഇതിൻ്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ 20,000-ഓളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി അനുസരിച്ചായിരിക്കും നിയമന സ്ഥിരത എന്ന നിബന്ധന കൂടി ഉത്തരവിലുണ്ട്. 1.5 വർഷത്തിലധികമായി ഇതേ ആവശ്യവുമായി ക്രിസ്ത്യൻ മാനേജ്മെന്റുകളടക്കം പ്രതിഷേധത്തിലായിരുന്നു. ഉത്തരവ് നേരത്തെ ആകാമായിരുന്നെന്നാണ് കത്തോലിക്ക സഭയുടെ പ്രതികരണം. അവൻ്റെ ഒരു വലിയ ദീർഘനാളായിട്ടുള്ള ഒരു പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കണ്ടു. അതിൽ നന്ദിയുണ്ട്. പക്ഷേ ഇത് ഇത്രയും വൈകിപ്പിക്കേണ്ടതായിരുന്നില്ല എന്നൊരു നിരീക്ഷണമുണ്ട് തീർച്ചയായിട്ടും. കേട്ടിട്ടില്ലാത്ത ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകർക്ക് ശമ്പളം നൽകാനും തീരുമാനിച്ചു. നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ളവർക്കാണ് ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് ആധാർ UID നിർബന്ധമാക്കിയതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട അധ്യാപകരെ സംരക്ഷിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.